ചാണക്യഗുരുവിന്റെ നാം ഒറ്റപ്പെടുമ്പോൾ ചെയ്യേണ്ട 5 കാര്യങ്ങൾ. ജീവിതത്തിൽ നമ്മൾ എല്ലാവരും ഒറ്റപ്പെട്ടു പോകുന്ന സന്ദർഭങ്ങളുണ്ട്. ബന്ധങ്ങൾ അകലുമ്പോഴോ, ജോലിയിൽ തിരിച്ചടി നേരിടുമ്പോഴോ, സുഹൃത്തുക്കൾ കൈവിടിയുമ്പോഴോ ഉണ്ടാകുന്ന ഈ അവസ്ഥയെ എങ്ങനെ അതിജീവിക്കാം? ഇവിടെയാണ് ആചാര്യ ചാണക്യന്റെ തത്വങ്ങൾ പ്രസക്തമാകുന്നത്. ചാണക്യൻ 2300 വർഷങ്ങൾക്ക് മുമ്പ് തന്റെ ബുദ്ധി കൊണ്ടും ദീർഘവീക്ഷണം കൊണ്ടും ഒരു വലിയ സാമ്രാജ്യത്തിന് രൂപം നൽകിയ മഹാപണ്ഡിതനാണ്. ചാണക്യൻ അദ്ദേഹത്തിന്റെ ചാണക്യനീതി വ്യക്തി ജീവിതത്തിലെയും ഭരണത്തിലെയും വിജയരഹസ്യങ്ങൾ പറയുന്നു. ഒരു വ്യക്തി ഒറ്റയ്ക്കാണ് ജനിക്കുന്നത്, ഒറ്റയ്ക്കാണ് മരിക്കുന്നത്, കർമ്മഫലങ്ങൾ അനുഭവിക്കുന്നതും ഒറ്റയ്ക്ക് തന്നെ. ഒറ്റപ്പെടൽ എന്നത് ഒരു സാധാരണ യാഥാർത്ഥ്യമാണെന്ന് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ സമയത്തെ എങ്ങനെ ശക്തിയാക്കി മാറ്റാം എന്ന് നോക്കാം. ഒറ്റപ്പെടലിൽ ചാണക്യന്റെ തന്ത്രങ്ങൾ. നാം ഒറ്റപ്പെടുമ്പോൾ ചാണക്യൻ നിർദ്ദേശിക്കുന്ന 5 പ്രധാന കാര്യങ്ങൾ. നിങ്ങളുടെ ബലഹീനതകൾ രഹസ്യമാക്കുക. ഒരാളുടെ ദൗർബല്യത്തിൽ ഒരിക്കലും മറ്റൊരാളോട് വെളിപ്പെടുത്തരുത്. നിങ്ങളുടെ പോരായ്മകൾ ആളുകൾ അറിഞ്ഞാൽ അതവർ മുതലെടുക്കുവാൻ സാധ്യതയുണ്ട്. ഒറ്റപ്പെടുമ്പോൾ പ്രയോഗിക്കേണ്ടത്, നിങ്ങൾ വിഷാദത്തിലോ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലോ അല്ലെങ്കിൽ ആത്മവിശ്വാസം കുറഞ്ഞ അവസ്ഥയിലോ ആണെങ്കിൽ അത് എല്ലാവരുമായി പങ്കുവച്ച് കൂടുതൽ ദുർബലരാകരുത്. ഈ ഏകാന്തതയുടെ സമയത്തെ സ്വയം ശക്തിപ്പെടുത്തുവാനുള്ള ഒരു അവസരമായി കാണുക. നിങ്ങളുടെ ബലഹീനതകളെ സ്വയം മനസ്സിലാക്കി മറ്റാരും അറിയാതെ അവയെ പരിഹരിക്കുവാൻ ശ്രമിക്കുക. പുറമേ ശക്തനായിരിക്കുക. വിഷമില്ലാത്ത പാമ്പ് പോലും വിഷമുണ്ടെന്ന് നടിക്കണം. അതുപോലെ ദുർബലനാണെങ്കിൽ പോലും ഭയം പ്രകടിപ്പിക്കരുത്. ലക്ഷ്യങ്ങളോടെ പ്രവർത്തിക്കുക. ദേഷ്യത്തിൻ്റെയും വാശിയുടെയോ പേരിൽ വാക്കുകൾ ഉപയോഗിക്കരുത്. ചെയ്യുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം പറയുക. വാക്കുകളേക്കാൾ പ്രവൃത്തിക്ക് മുൻഗണന നൽകുക. ഒറ്റപ്പെടലിൽ വികാരങ്ങൾ നമ്മെ കീഴടക്കാൻ സാധ്യതയുണ്ട്. വിഷമിച്ചിരിക്കാതെ നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും കർമ്മത്തിലേക്ക് ആയിരിക്കുക. ആളുകളെക്കുറിച്ചോ പഴയ കാര്യങ്ങൾ ചിന്തിച്ച് സമയം കളയാതെ നിങ്ങളുടെ ഭാവിക്ക് പ്രയോജനകരമായ ഒരു കാര്യത്തിൽ പുതിയ ഒരു പദ്ധതി പഠിക്കുക. ഒരു പ്രൊജക്റ്റ് പൂർത്തിയാക്കുക. അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് മാത്രമേ വിജയം ലഭിക്കൂ എന്ന് ചാണക്യൻ പറയുന്നു. ഏതൊരു വലിയ കാര്യത്തിനു മുൻപ് ഈ 3 കാര്യങ്ങൾ സ്വയം ചോദിക്കണം. ഞാൻ ഇത് എന്തിനാണ് ചെയ്യുന്നത്? ഇതിന്റെ അനന്തരഫലം എന്തായിരിക്കും? ഇതിന്റെ മൂല്യം എന്താണ്? എനിക്കും സമൂഹത്തിന് ലഭിക്കുന്ന ഗുണമെന്താണ്? ഒറ്റപ്പെടുമ്പോൾ നമ്മൾ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഈ ചോദ്യങ്ങൾ ഉപയോഗിച്ച് ശീലിക്കുക. ഒറ്റപ്പെട്ട അവസ്ഥയിൽ ധൃതി പിടിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ ഒഴിവാക്കുവാനായിട്ട് ഇത് സഹായിക്കും. ചിട്ടയായ ഒരു ചിന്താരീതി നിങ്ങളുടെ മനസ്സിനെ ഏകാഗ്രമാക്കുവാൻ സഹായിക്കും. ഒറ്റപ്പെടൽ ഒരു ശാന്തമായ അന്തരീക്ഷം നൽകുന്നു. അവിടെ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾക്ക് ആഴത്തിലുള്ള ഉത്തരം കണ്ടെത്താൻ കഴിയും. അതുപോലെ സാമ്പത്തികമായ അച്ചടക്കം പാലിക്കുക. പണം അസ്ഥിരമാണ്, അത് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. വരുമാനത്തിനനുസരിച്ച് ചെലവുകൾ നിയന്ത്രിക്കണം. ബുദ്ധിമുട്ടുള്ള സമയങ്ങൾക്കായി ഒരു ഭാഗം എപ്പോഴും സമ്പാദ്യമായി മാറ്റിവെക്കണം. ഒറ്റപ്പെട്ട ഒരു വ്യക്തിക്ക് സാമ്പത്തികമായി സ്വയം പര്യാപ്തനാകേണ്ടത് അത്യാവശ്യമാണ്. മറ്റൊരാളെ ആശ്രയിക്കാതിരിക്കാൻ ഈ സമയം സാമ്പത്തിക കാര്യങ്ങൾ മെച്ചപ്പെടുത്തുവാൻ ഉപയോഗിക്കുക. സമ്പാദ്യം വർദ്ധിപ്പിക്കുവാനുള്ള വഴികൾ തേടുക. നിക്ഷേപം നടത്തുക. പണം വെറുതെ വെച്ചാൽ അതിന് വിലയില്ല. റിസ്ക് എടുത്ത് കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് മാത്രമേ വിജയം ലഭിക്കൂ. മറ്റുള്ളവരുടെ പ്രശംസയെ അവഗണിക്കുക. നിങ്ങൾ നിങ്ങളുടെ കർമ്മത്തിൽ മാത്രം ഒഴുകുക. ചാണക്യനീതി ആളുകളുടെ പ്രശംസയ്ക്ക് പിന്നാലെ പോകരുത് എന്ന് പറയുന്നു. നിങ്ങളുടെ പ്രവൃത്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ആളുകൾ നിങ്ങളെക്കുറിച്ച് നല്ലതോ ചീത്തയോ സംസാരിച്ചു തുടങ്ങിയാൽ അതിനർത്ഥം നിങ്ങൾ ശരിയായ ദിശയിലാണെന്നാണ്. ഒറ്റപ്പെടുമ്പോൾ പ്രയോഗിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ആളുകൾ നമ്മെ തള്ളിപ്പറയുമ്പോഴോ അവഗണിക്കുമ്പോഴോ വിഷമിക്കേണ്ട. നിങ്ങളുടെ സ്വന്തം കർമ്മത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ഒറ്റപ്പെടൽ യഥാർത്ഥത്തിൽ ഒരു അനുഗ്രഹമാണ്. കാരണം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെക്കുറിച്ചോ പ്രശംസകളെക്കുറിച്ചോ ചിന്തിക്കാതെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുവാൻ ഇതിലൂടെ സാധിക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ വിജയം നേടുമ്പോൾ പ്രശംസകൾ താനേ വന്നുകൊള്ളും. നാം ഒറ്റപ്പെടുമ്പോൾ ചാണക്യൻ നമ്മോട് ആവശ്യപ്പെടുന്നത് ദുർബലനാകാനല്ല, മറിച്ച് ശക്തനാകാനാണ്. ബലഹീനതകൾ രഹസ്യമാക്കി വയ്ക്കുക. ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുക. പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങൾ ചോദിക്കുക. സാമ്പത്തികമായ അച്ചടക്കം പാലിക്കുക. പ്രവൃത്തിയിൽ കൂടുതൽ ശ്രദ്ധിക്കുക. പ്രശംസകളെ തീർത്തും അവഗണിക്കുക. അവസാനമായി, ഇരുട്ടിലിരിക്കുന്ന ഒരുവന് പോലും വിളക്കു കത്തിക്കുവാൻ സാധിക്കും. ഒറ്റപ്പെടൽ എന്നത് നമ്മുടെ ഉള്ളിലെ ശക്തിയും വെളിച്ചവും കണ്ടെത്തുവാനുള്ള
ഒരു സമയമായി മാത്രം കാണുക. ഈ ഏകാന്തതയെ ഒരു തപസ്സായി കാണുക. വിജയം തീർച്ചയായും നിങ്ങളുടെ കൂടെ ഉണ്ടാകും.